CPIക്ക് പ്രതിഷേധമുണ്ട്. CPIയുടെ പ്രതിഷേധം മുന്നണിക്കകത്ത് തന്നെ അവസാനിക്കാനുള്ള സാധ്യത. UDF-ലേക്ക് സ്വാഗതം എന്ന് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു, കെ സുധാകരൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ CPI ഈ വിഷയത്തിൽ മുന്നണി വിട്ട് വരും എന്നൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായി കരുതുന്നുണ്ടോ? അല്ല, CPI മുന്നണി വിട്ട് വരും എന്ന് കരുതുന്നുണ്ടോ എന്ന് വെച്ചാൽ വെളിയം ഭാർഗവനോ അല്ലെങ്കിൽ ശ്രീ CK ചന്ദ്രപ്പനോ ഒക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അത്തരത്തിലുള്ള ചോദ്യത്തിൽ കുറെ കൂടി പ്രസക്തി ഉണ്ടായിരുന്നു. ബിനോയ് വിശ്വത്തിന് അത്തരത്തിലുള്ളൊരു ബലമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കുറെ നാളെ മാത്രമല്ലല്ലോ പാർട്ടി ഇത്തരത്തിലുള്ള കൊടുങ്കാറ്റുകളൊക്കെ ഉണ്ടാക്കുകയും അവസാനം അതെല്ലാം അല്ല, അതാണ് നമ്മൾ നോക്കുന്നത്, അതാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കാം ഇന്നത്തെ സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ. പിന്നെ ഞാനിവിടെ പറയാൻ ഈ എനിക്ക് സത്യം പറഞ്ഞാൽ അരുൺകുമാറിനോട് പോലുള്ള CPIന്റെ ഇത്തരത്തിലുള്ള ഡിബേറ്റേഴ്സിനോട് ഡിബേറ്റർ എന്ന രീതിയിൽ വലിയ അസൂയുണ്ട്. കാരണം നാട്ടിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളുമായി ബന്ധമില്ലാതെ അതിന് ഘടകവിരുദ്ധമായി ഇത്രയും കോൺഫിഡൻസോട് പറയാൻ പറ്റുന്നത് ഒരു ഡിബേറ്ററെ സംബന്ധിച്ചോളം എനിക്ക് അസൂയ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്നെ സംബന്ധിച്ചോളം ഞാൻ വിശ്വസിക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞെങ്കിൽ ഞാൻ പ്രശ്നമാണ്, ഞാൻ ചിലപ്പോൾ ആ ചർച്ച ഒഴിവാക്കുക തന്നെ. പക്ഷേ അരുൺകുമാറിനൊക്കെ പറ്റുന്നുണ്ട്. എന്താണ് ഇന്നത്തെ ഈ LDF കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോകുന്നവർ? എപ്പോഴാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് CPI അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് പറയുന്നതിനെ സംബന്ധിച്ച അല്ലേ? പിന്നെ വ്യത്യസ്ത ആശയങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ രണ്ട് പാർട്ടിയായിട്ട് നിൽക്കുന്നത്. അരുൺകുമാറെ വ്യത്യസ്ത ആശയങ്ങളിലല്ലായിരുന്നു നിങ്ങൾ രണ്ടു പേർക്കും NEP-യെ സംബന്ധിച്ച് PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ച് ഒരേ അഭിപ്രായമായിരുന്നു. ആ ഒരേ അഭിപ്രായമുള്ള രണ്ടു പാർട്ടികൾ രണ്ട് മന്ത്രിസഭാ യോഗത്തിൽ വിഷയം വന്നിട്ടും അതിനകത്ത് അത് ഒപ്പിടാൻ പറ്റില്ല എന്ന് വന്ന് ഡിഫർ ചെയ്ത് വെച്ചിരുന്നതാണ്. അങ്ങനെ ഡെഫർ ചെയ്ത് വെച്ചിരുന്ന മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം ചട്ടവിരുദ്ധമായി ആരെയും അറിയിക്കാതെ ഒരു രഹസ്യ സ്വഭാവത്തോടു കൂടി ഒരു ഉദ്യോഗസ്ഥ ഒക്ടോബർ 16 പോയിട്ട് ഒപ്പിടുകയും ഈ ഒപ്പിട്ടു എന്ന് പറഞ്ഞ വാർത്ത കേരളത്തിലെ മന്ത്രിമാർ, അത് CPI മാത്രമല്ല CPM-ന്റെ മന്ത്രിമാർ പോലും പത്രവാർത്തയിലൂടെ അറിയുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഒരേ ദിശയിലുള്ള രണ്ടുപേർ തമ്മിൽ എന്തോ ആശയവ്യത്യാസം എന്ന് പറയാൻ അരുൺകുമാറിനെ പോലുള്ളവരുടെയൊക്കെ ഒരു വൈദഗ്ധ്യം ഞാൻ നമിച്ചു പോവുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം CPIയുടെ മാത്രമല്ല, ഞാൻ പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയെ സംബന്ധിച്ച് ഇപ്പോൾ പറയുകയാണ് 40 ലക്ഷം കുട്ടികളുടെ ഭാവി. എങ്ങനെയാണ് 40 ലക്ഷം കുട്ടികളുടെ ഭാവി വരുന്നത്? ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള PM ശ്രീ പദ്ധതിക്ക്, കാരണം നേരത്തെ അങ്ങ് സൂചിപ്പിച്ചപ്പോൾ തന്നെ ആദ്യത്തെ ക്ലോസ് തന്നെ NEP 2020 ഹാസ് ടു ബി ഇംപ്ലിമെന്റഡ് ഇൻ ഇറ്റ്സ് എൻറ്റയറിറ്റി എന്നാണ് പറയുന്നത്. മുഴുവനായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള പറയുന്നത്. അങ്ങനെയുള്ള ആ പദ്ധതിയെ സംബന്ധിച്ച് ഈ ഇന്ത്യയിൽ മുഴുവൻ 5 വർഷത്തേക്ക് എടുത്തിരിക്കുന്നത് 14,500 സ്കൂളാണ്. 5 വർഷത്തേക്ക് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയുടെ പണം ആകെ 18,000 കോടിയാണ്. ആകെ 18,126 കോടിയാണ്. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ആ 48 ലക്ഷത്തോളം വരുന്ന ഇന്ത്യയുടെ ബജറ്റിന്റെ എക്സ്പെൻസിൽ 5 വർഷം എടുത്താൽ 250 ലക്ഷം കോടിയിൽ ആകെ ഒരു വെച്ചിരിക്കുന്നത് 18,000 കോടിയാണ്. ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് 40 ലക്ഷത്തിന്റെ കുട്ടികളുടെ ഭാവിയാണെന്നുള്ളതൊക്കെ കള്ളത്തരം പറഞ്ഞ് പ്രചരിപ്പിക്കരുത്. ഈ പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിൽ തന്നെ കിഫ്ബി വഴിക്ക് എല്ലാ നിയോജക മണ്ഡലത്തിലും ഒരു സ്കൂള് നവീകരിക്കുന്നതിന് വേണ്ടി 1 കോടി രൂപ അനുവദിച്ചിരുന്നില്ലേ? അതിന്റെ പണി എത്രത്തോളം ആയെന്ന് എനിക്കറിയില്ല, പക്ഷെ അനുവദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ സർക്കാരിനുണ്ട് ഈ സ്കൂളിന്റെ നവീകരണത്തിന് വേണ്ടി ഈ പറയുന്ന ഏതോ 100-150 കോടി കിട്ടാത്തതാണ് 40 ലക്ഷം കുട്ടികളുടെ ഭാവിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒപ്പുവെക്കുമ്പോ. പക്ഷേ PM ശ്രീയിൽ ഒപ്പുവെച്ചില്ല എന്ന് പറഞ്ഞ് സർവശിക്ഷ അഭിയാന്റെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയല്ലേ ശ്രീ രാജു P. നായർ? അതുകൊണ്ട് തന്നെ കേരളത്തിന്റെയും പശ്ചിമ ബംഗാളിന്റെയും തമിഴ്നാടിന്റെയും ഈ സമഗ്ര ശിക്ഷ അഭിയാന്റെ ഫണ്ട് തടഞ്ഞു വെച്ചത് പോലും ഉണ്ടാവുന്ന പ്രതിസന്ധി ഒഴിവാക്കാനാണ് ഇപ്പോൾ ഒപ്പിട്ടത്. ശരി അഭിലാഷേ, ഇത് മന്ത്രി പറഞ്ഞ വാദവും കൂടെ. ഇത് മാത്രമല്ല, ആരോഗ്യ രംഗം ഉൾപ്പെടെ എല്ലായിടത്തും ഫണ്ട് തടഞ്ഞു വെക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ മാസം ഉണ്ടായ പാർലമെന്ററി പാനലിന്റെ ഫൈൻഡിങ് എന്താ? അവരുടെ റെക്കമെൻഡേഷൻ എന്താ? PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടാത്തതിന്റെ പേരിൽ, ഒപ്പുവെക്കാത്തതിന്റെ പേരിൽ സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന് പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ടാണ്. ആ പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട് എടുത്തുകൊണ്ട് പണ്ട് ഈ ചർച്ചകളെല്ലാം നടത്തുന്ന സമയത്ത് കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ കോടതിയിൽ പോകുന്നു പറഞ്ഞവർക്ക് എന്തുകൊണ്ട് പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് എടുത്തുകൊണ്ട് കോടതി പോയിക്കൂടാ? PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ ഞങ്ങൾക്ക് SSA ഫണ്ട് 1,500 കോടി തടഞ്ഞു വെച്ചിരിക്കുന്നു, അതുകൊണ്ട് പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരെയുണ്ട്, ഇത് അനുവദിക്കണം എന്ന് പറഞ്ഞ് കോടതി പോകത്തിന് എന്താ? കോടതിയിൽ ഒരു പ്രാവശ്യം പോയിട്ട് വലിയ ഇതൊന്നും ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ എന്തൊക്കെയോ വിശദാംശങ്ങൾ അപ്പോ ഈ പറയുന്ന വാദങ്ങളെല്ലാം
പച്ചക്കള്ളമാണ്. ഇത് രാഷ്ട്രീയമായ കീഴടങ്ങൽ വേണ്ടി ഇവർ ഉണ്ടാക്കി പടച്ചുവിടുന്ന കള്ളങ്ങൾക്കപ്പുറം മറ്റൊന്നും ഇതിനകത്തില്ല. ശരി, നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം.